റേപ്പർ വേടന്റെ പരിപാടിക്കിടെ പാലക്കാട് കോട്ടമൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ. കോട്ടമൈതാനത്ത് വേടന്റെ പരിപാടിക്ക് തിക്കും തിരക്കുമുണ്ടായതോടെ നഗരസഭ സ്ഥാപിച്ച ഇരിപ്പിടങ്ങളടക്കം തകർന്നിരുന്നു. പാലക്കാട് കോട്ടമൈതാനത്ത് ഇന്നലെയാണ് റാപ്പർ വേടന്റെ പ്രത്യേക സംഗീത നിശ അരങ്ങേറിയത്. പരിപാടി തുടങ്ങാനേ വൈകി. 6 മണിക്ക് തുടങ്ങാൻ ഉദ്ദേശിച്ച പരിപാടി 7:30 മണിയായിട്ടും തുടങ്ങാൻ കഴിഞ്ഞില്ല. ആളുകൾ അത്രത്തോളം തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. വേടന വേദിയിലെത്തിക്കാൻ തന്നെ പോലീസും സംഘാടകരും നന്നേ പാടുപെട്ടു. വേദിയിലെത്തി ഇൻട്രോയൊക്കെ പറഞ്ഞ് പാട്ടുപാടാൻ തുടങ്ങുമ്പോഴേക്ക് കാണികൾ ഇച്ച് സ്റ്റേജിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടായി. ഇത് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരും സ്റ്റേജിന് പരിസരത്തുണ്ടായിരുന്നില്ല എന്നതും കാണാതിരുന്നുകൂടാ. റാപ്പർ വേടനും അദ്ദേഹത്തിൻ്റെ ആരാധകരോട് നിരവധി തവണ ആവശ്യപ്പെട്ടു സംയമനം പാലിക്കാൻ. പക്ഷേ വേദിയിലേക്ക് കല്ലുകൾ വരെ എറിയുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ പോലീസ് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് ക്ലിയറൻസ് കിട്ടുന്നതുവരെ പരിപാടി താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതിനിടയിൽ സംഘാടകരും കാണികളും തമ്മിലും പോലീസും കാണികളും തമ്മിലും നിരവധി തവണ സംഘർഷമുണ്ടായി. ചെറിയ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെയാണ് ഓരോ ആൾക്കാർ വന്നിരിക്കുന്നത്, ചെറിയ കുഞ്ഞു കുട്ടികളെ. പിന്നെ പരിപാടി തന്നെ തുടങ്ങിയപ്പോൾ ആകെ 3-4 പാട്ടേ പാടാൻ പറ്റുള്ളൂ. കാരണം അതിന് ഈ ജനങ്ങൾ മൊത്തം ഈ സ്റ്റേജിൽ കല്ലെറിയുന്നുണ്ടായിരുന്നു. അതേപോലെ ഇടയ്ക്ക് ഒരു പാട്ട് പാടുന്നു, 2 പേര് പാടുക, നിർത്തുക. കാരണം ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറി വരിക. വേടന്റെ പരിപാടി മറ്റിടങ്ങളിൽ നടന്നപ്പോൾ ഉണ്ടായ മുന്നനുഭവങ്ങളൊന്നും പാലക്കാട്ടെ അധികൃതർ പരിഗണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ല. പോലീസുകാരുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നു. ആളുകൾ തിങ്ങിക്കൂടി വന്നു. എന്തായാലും സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തരമില്ല. ഈ ഒരു ഘട്ടത്തിൽ പോലീസിനും സംഘാടകർക്കും വീഴ്ച ഒരുപോലെയാണ്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.